Hi dear children, welcome back to the chapter Trigonometric Functions. കഴിഞ്ഞ ക്ലാസ്സിൽ trigonometric functions of sum and difference of two angles അല്ലെ രണ്ട് ആംഗിൾസിന്റെ സമ്മിന്റെയും ഡിഫറൻസിന്റെയും trigonometric functions നമ്മൾ പറഞ്ഞു. sin x plus y, cos x plus y, tan x plus y. Then sin x minus y, cos x minus y and tan x minus y പറഞ്ഞില്ലേ? sin x plus y equal to sin x cos y plus cos x sin y അല്ലേ? cos x plus y ആണെങ്കിലോ cos x cos y minus sin x sin y. tan x plus y ആണെങ്കിൽ tan x plus tan y 1 minus tan x into tan y. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അടുത്തത് trigonometric functions of angle 2x in terms of x. 2x വരുന്ന trigonometric functions in terms of x ന്റെ ടേം അത് ഇവിടുന്ന് ഉണ്ടാണ്. നോക്കിക്കോ, ഇതിപ്പോ x പ്ലസ് y ആണ്. 2x ലേക്ക് മാറ്റണമെങ്കിൽ x ഇവിടെ y ഉം x ഉണ്ട്. 2x വരണമെങ്കിൽ ഇവിടെയും x ആണ്. ഇവിടെ y ന്റെ അവിടെ x കൊടുത്തോക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? x പ്ലസ് x സംഭവിക്കും അല്ലെ? അപ്പൊ 2x ആവും. ഇതിനൊക്കെ y ന്റെ അവിടെയൊക്കെ നമ്മൾ x കൊടുക്കണം. അപ്പൊ 2x ലേക്ക് sin x സൈനും കോസും tan ഒക്കെ പറഞ്ഞു. sin 2x cos 2x tan 2x ഇതാണ് 2x ലുള്ള trigonometric functions. അതിനെ ഏതിലേക്ക് മാറാണ്? x ലേക്കാണ് വരുന്നത്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ y ന്റെ അവിടെ x കൊടുത്താൽ y മാത്രം മാറ്റാം. x അവിടെ നോട്ടെ, y ന്റെ അവിടെ x കൊടുക്കും. അപ്പൊ sin ഇവിടെ എന്താവും? x plus x എന്ന് പറഞ്ഞാൽ sin 2x ആവും അല്ലെ? ഇവിടെ y ക്ക് x കൊടുത്താ അപ്പൊ sin x അവിടെ ഉണ്ടാവും cos x, sin x into cos x. പിന്നെയോ പ്ലസ് cos x into sin x. sin x into cos x തന്നെയാണ് cos x into sin x. 4 into 7 തന്നെയാണ് 7 into 4. അപ്പൊ sin x into ഇവിടെ cos x വരും പ്ലസ് പിന്നെ cos x into sin x എന്ന് പറഞ്ഞാൽ രണ്ടും തന്നെയാണ്. അപ്പൊ sin x cos x plus sin x cos x that is 2 sin x cos x എന്നതിലേക്ക് മാറും. ഓക്കെ, ഇനി ഇവിടെ y ന്റെ അവിടെ x കൊടുക്കുക. അപ്പൊ cos 2x ആവില്ലേ? x plus x cos 2x എന്താവുന്നു? ഇവിടെ y ക്ക് x കൊടുക്കാം. cos x into cos x എന്ന് പറഞ്ഞാൽ cos square x മൈനസ് sin x into sin x എന്ന് പറഞ്ഞാൽ sin square x. അപ്പൊ cos 2x equal to cos square x minus sin square എന്നായി മാറും. ഓക്കെ, ഇനി y ന്റെ അവിടെ x ഇവിടെ കൊടുക്കുക. tan 2x ആവില്ലേ? x plus x 2x ആവില്ലേ? y നെ മാറ്റി x കൊടുക്കുക. അപ്പോ tan x plus ഇവിടെ y ക്ക് x കൊടുക്കുമ്പോ tan x plus tan x പറഞ്ഞാൽ 2 tan x by 1 minus tan x into എന്താവും? tan x into tan x എന്താവും? 1 minus വരും tan square x. അപ്പോ tan 2x equal to 2 tan x മുകളിലും 1 minus tan square x വരും. ഇങ്ങനെയാണ് 2x ലേക്ക് sin x നെയും cos x നെയും tan x നെയും എത്തിക്കും. ഓക്കെ, നമുക്ക് അടുത്ത് പറയാം. ഓക്കെ, അപ്പൊ sin 2x equal to എന്താ? sin 2x വരാം 2 sin x into cos x. ഇതിന് tan ന്റെ ടേമിൽ എഴുതിയാണ് 2 tan x by 1 plus tan square x. ഓക്കെ, cos 2x എന്തായി മാറും? cos square x minus sin square x ആയി മാറും. ഓക്കെ, പിന്നെ ഇതിന് ജസ്റ്റ് ചേഞ്ച് വരുത്തിയതാണ് ഈ കാണുന്നത്. cos square x അവിടെ നിർത്തുക. ഈ sin square x നെ മാറ്റാൻ നോക്ക്. നമ്മൾ പഠിച്ചത് cos square x plus sin square x equal to 1 ആ പൈതഗോറസ് തിയറം. സോ ഫ്രം there sin square x എന്തായി മാറും? 1 minus cos square. അപ്പൊ cos square minus 1 minus cos square എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ വരും 2 cos square x minus 1. പിന്നെ ഇവിടെ ഈ ഇക്വേഷനിൽ ഇതിനെ sin square 1 minus sin square ആക്കിയാൽ നമുക്ക് അതിനെ എങ്ങനെ വരും? അങ്ങനെ മാറ്റിയതാ. ലാസ്റ്റ് tan ന്റെ ടേമിൽ 1 minus tan square by 1 plus tan square. tan 2x എന്തായി വരും? 2 tan x by 1 minus tan square x. ഇതാണ് trigonometric functions of angle 2x in terms of x. ഏത് ടേമൊക്കെ മാറിയത്? ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന x ന്റെ ടേമിലാണ്. ഇവിടുന്ന് തുടങ്ങിയതോ 2x നെ x ന്റെ ടേമിലേക്ക് മാറിയതാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇതേപോലെ തന്നെ 3x വരാനുണ്ടോ? sin 3x വരുന്നുണ്ട്, cos 3x tan 3x വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതാ നെക്സ്റ്റ് വൺ trigonometric functions of angle 3x in terms of x. നമ്മൾ 2x നെ പറഞ്ഞു, ഇനി 3x ആണ് in terms of x. sin 3x is equal to 3 sin x minus 4 sin cube x. അതാണ് sin 3x. cos 3x എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ച്. സൈനും രണ്ടും മാറ്റിയിട്ട് കോസ് ആക്കുക, എന്നിട്ട് അത് അങ്ങോട്ട് ഓർഡർ മാറ്റിയാൽ മതി. ഇവിടെ കോസ് ആക്കി വെച്ചാൽ 3 cos x minus 4 cos cube x എന്നല്ല, അത് നേരെ തിരിച്ച് എഴുതാം. 4 cos cube x minus 3 cos x ഇത് നേരെ തിരിച്ചതാണ്, അത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ tan 3x equal to 3 tan x minus tan cube x by 1 minus 3 tan square x. ഇതാണ് 3x ന്റെ trigonometric functions in terms of x. Okay.
അപ്പൊ നമ്മള് സൈൻ 2x പറഞ്ഞു, cos 2x, tan 2x, അതുപോലെ സൈൻ 3x, cos 3x, tan 3x പറഞ്ഞു അല്ലെ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈൻ എക്സ് പ്ലസ് വൈ പറഞ്ഞു, സൈൻ എക്സ് മൈനസ് വൈ പറഞ്ഞു, അതുപോലെ കോസ് എക്സ് പ്ലസ് വൈ, കോസ് എക്സ് മൈനസ് വൈ പറഞ്ഞില്ലേ, ടാനും പറഞ്ഞു അല്ലെ. നമ്മള് സൈൻ എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് മൈനസ് വൈ ഇവിടെ ഇരിക്കും. സൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ ആണ്. അതുപോലെ സൈനിന്റെ ഡിഫറൻസ് സൈൻ എക്സ് മൈനസ് വൈ പറഞ്ഞു. സൈൻ എക്സ് മൈനസ് വൈ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ. ഓക്കെ, സൈന് കൂട്ടുകയാണെങ്കിലും സൈന് കുറക്കുകയാണെങ്കിലും സൈനും കോസും സൈനും മിക്സ് ചെയ്തിട്ടാണ് വരിക. കോസിന്റെ എങ്ങനെയല്ല, കോസ് എക്സ് പ്ലസ് വൈ കോസ് എക്സ് മൈനസ് എന്ത് ചെയ്യുന്നു, കോസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു കോസ് എക്സ് കോസ് വൈ ദെൻ മൈനസ് സൈൻ എക്സ് സൈൻ വൈ അങ്ങനെ വരില്ല. കോസ് കോസ് സൈൻ സൈൻ ആയിരുന്നു. ഇത് മിക്സ് ചെയ്തിട്ടാണ് വരിക, കോസിന്റെ ഒപ്പം സൈൻ അല്ലെങ്കിൽ സൈനിന്റെ ഒപ്പം കോസ്. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യണം, കൂട്ടി നോക്കാം. അപ്പൊ എന്ത് സംഭവിക്കും നോക്കാം. അതുപോലെ ഈ രണ്ട് ഇക്വേഷന് സബ്ട്രാക്ട് ചെയ്യണം, കുറക്കുക കേട്ടോ. സൈൻ എക്സ് പ്ലസ് വൈയും സൈൻ എക്സ് മൈനസ് വൈയും കൂട്ടിയാൽ എന്ത് സംഭവിക്കും, ദിസ് വൺ പ്ലസ് ദിസ് വൺ. ഈ ഭാഗം ഇതല്ലേ ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡുകളാണ്. ലെഫ്റ്റ് സൈഡ് കൂട്ടുക. അപ്പൊ എന്താവും, സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ സംഭവിക്കും. സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു ഇവിടെ ആഡ് ചെയ്യുമ്പോ ദിസ് വൺ പ്ലസ് ദിസ് വൺ ആണ്. ഇത് സൈൻ എക്സ് കോസ് വൈ ആണ്, ഇത് കോസ് എക്സ് സൈൻ വൈ ആണ്. ഇത് സൈൻ എക്സ് കോസ് വൈ ആണ്, ഇത് കോസ് എക്സ് സൈൻ വൈ ആണ്. ഇതും പോസിറ്റീവ് ആണ്, ഇത് മാത്രം നെഗറ്റീവ് ആണ്. ഇത് തന്നെയാണിത് അല്ലെ, ഇത് തന്നെയാണിത്. പക്ഷെ ഇതിലൊന്നും പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒരേ ടേംസ് ആണ്, അതുപോലെ രണ്ടും പോസിറ്റീവ് ആണ്. സൈൻ എക്സ് കോസ് വൈയും സൈൻ എക്സ് കോസ് വൈയും കൂട്ടിയ 2 സൈൻ എക്സ് കോസ് വൈ ആവും. ഇത് രണ്ടും കൂടെ കൂട്ടിയ രണ്ടെണ്ണം. പക്ഷെ ഇത് രണ്ടും കൂട്ടുമ്പോ എന്തോ ഒരു പ്ലസ് ഒരു മൈനസ് അല്ലേ, ഒരേ നമ്പർ ഡിഫറന്റ് സൈൻ ആവുമ്പോ ഇത് +5 ഇത് -5 എന്ന് പറഞ്ഞ മാതിരി -20 +20 എന്ന് പറഞ്ഞ മാതിരി ഇത് 0. ഇത് രണ്ടും ഒരേ നമ്പറാണ്, ഒരേ സൈനാണ്. +45 +45 അപ്പൊ 45 ഇരട്ടി വരും. +20 +20 ആണെങ്കിൽ 20 ഇരട്ടി വരും. അപ്പൊ ഇവിടെ സൈൻ എക്സ് കോസ് വൈ ആണ്, ഇതും സൈൻ എക്സ് കോസ് വൈ ആണെങ്കിൽ അതിന്റെ ഡബിൾ സംഭവിക്കും 2 സൈൻ എക്സ് കോസ് വൈ. ഓക്കെ, 2 സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. അപ്പൊ സൈൻ എക്സ് പ്ലസ് വൈയും സൈൻ എക്സ് മൈനസ് വൈയും കൂട്ടിയാൽ ഇങ്ങനെയാണ് സംഭവിക്കുക. ഓക്കെ, നമ്മൾ പുതിയ റിസൾട്ട് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ വേറെ റിസൾട്ടിലേക്ക് എത്തണം. ഇനി നമ്മൾ ഈ ഒന്നാമത്തതും രണ്ടാമതും നമ്മൾ കുറക്കണം. ദിസ് വൺ മൈനസ് ദിസ് വൺ, അതുപോലെ ദിസ് വൺ മൈനസ് ദിസ് വൺ. അപ്പൊ എന്ത് സംഭവിക്കും, അപ്പൊ സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ ഇവിടെ മൈനസ് ആവും അല്ലെ. സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ. അപ്പൊ എന്താ സംഭവിക്കുന്നു, ഇത് തമ്മിൽ കുറക്കണം. ഒരേ നമ്പറാണ്, കുറക്കുമ്പോ അത് 0. ഒരേ നമ്പറും ഒരേ സൈനുമാണ് എങ്കിൽ ഇതും പോസിറ്റീവ് ആണെങ്കിൽ തമ്മിൽ കുറച്ചാൽ 0. ഒരേ നമ്പറാണ് ഒരേ ചിഹ്നമാണെങ്കിലാണ് കുറച്ചാൽ 0. അപ്പൊ ഇത് തമ്മിൽ കുറയുമ്പോ അത് 0 ആവും. ഇവിടെ എന്ത് സംഭവിക്കുന്നു, ദിസ് വൺ മൈനസ് ദിസ് വൺ. ഇത് ഓൾറെഡി മൈനസ് ആണ്, ഇത് +5 ആണ് കരുതുക, ഇത് -5 ആണ് കരുതുക. അങ്ങനെയാണെങ്കിൽ +5 -5 കൂട്ടിയാൽ നമുക്ക് 0 കിട്ടും. നേരത്തെ 0 ആയി. ഇതിപ്പോ +5 ആണ്, ഇത് -5 ആണ് കരുതുക. അത് തമ്മിൽ കുറച്ചാൽ +5 -5 കുറക്കുമ്പോ 5 മൈനസ് -5 അപ്പൊ 5 + 5 10 ആവില്ല. ഇത് തമ്മിൽ കുറച്ചാൽ എന്ത് സംഭവിക്കുന്നു, ദിസ് വൺ മൈനസ് ദിസ് വൺ അറിയുമ്പോ ഇത് ഓൾറെഡി മൈനസ്. അപ്പൊ രണ്ട് മൈനസ് പ്ലസ് ആവും. cos x ഇൻറ്റു സൈൻ വൈ പിന്നെ cos x ഇൻറ്റു സൈൻ വൈ. സോ 2 cos x സൈൻ വൈ സംഭവിക്കും. 2 cos x ഇൻറ്റു സൈൻ വൈ. ഇതാണ് പുതിയ രണ്ട് റിസൾട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ട് റിസൾട്ട് കിട്ടില്ലേ. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മള് സൈൻ എക്സ് പ്ലസ് വൈയും സൈൻ എക്സ് മൈനസ് വൈ എടുത്തിട്ടാണ് നമുക്ക് ഇവിടെ എത്തിയത്. ഇതുപോലെ കോസിന്റെ എടുക്കാണ്ട് നമുക്ക് ഇതിന് ശേഷം ഓക്കെ ഇതൊന്ന് ഫിനിഷ് ആയിട്ട് നമുക്ക് അവിടെ പോകാം. ഇനി എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എക്സ് വൈയോട് പ്ലസുകളൊന്നും. അപ്പൊ നമ്മൾ ഈ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും എക്സ് പ്ലസ് വൈയെ നമുക്ക് സി എന്ന് വിളിക്കാം. ഓക്കെ, എക്സ് മൈനസ് വൈ ആണെങ്കിൽ നമുക്ക് ഡി എം എന്ന് കൊടുക്കാം. ഈ എക്സ് പ്ലസ് വൈന്റെ അവിടെ സി എന്ന് പറയാ, എക്സ് മൈനസ് വൈന്റെ അവിടെ ഡി എന്ന് പറയാം. അപ്പൊ എന്താവും, സൈൻ സി പ്ലസ് സൈൻ ഡി എന്നാവും. അല്ലെങ്കിൽ എ ഡി കൊടുക്കാം, സൈൻ എ പ്ലസ് സൈൻ ഡി. ഇത് സൈൻ എ മൈനസ് സൈൻ ഡി അല്ലെങ്കിൽ സൈൻ സി മൈനസ് സൈൻ ഡി. സിയും ഡിയും കൊടുക്കും.
എക്സ് പ്ലസ് വൈനെ കണ്ട സിയും എക്സ് മൈനസ് വൈനെ കണ്ട ഡിയും കൊടുക്കും. അപ്പൊ ഇവിടെ സിയും ഡി ഒക്കെ ആവാം. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? എക്സ് പ്ലസ് വൈ സി ആണെങ്കിൽ എക്സ് മൈനസ് വൈ ഡി ആണെങ്കിൽ എക്സ് എന്താ വൈ എന്താ. അപ്പൊ എക്സിന്റെയും വൈനെ നമുക്ക് സിയുടെയും ഡിയുടെയും ടേമിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്യാം. എക്സും എക്സും ആഡ് ചെയ്താൽ 2x, വൈയും മൈനസ് വൈയും ആഡ് ചെയ്താൽ അത് 0 അല്ലെ. സിയും ഡിയും ആഡ് ചെയ്താൽ സി പ്ലസ് ഡി എന്ന് കിട്ടും. 2x ഈക്വൽ ടു സി പ്ലസ് ഡി എന്ന് കിട്ടും. 2x നെ സി പ്ലസ് ഡി എന്ന് എഴുതാം. therefore x എന്താവും? ഈ 0 അല്ലല്ലോ. 2x സി പ്ലസ് ഡി ആണെങ്കിൽ x ഈക്വൽ ടു സി പ്ലസ് ഡി ബൈ 2. അപ്പൊ x നെ നമുക്ക് എന്ത് എഴുതാം? ഇൻ ടേംസ് ഓഫ് സി ആൻഡ് ഡി സി പ്ലസ് ഡി ബൈ 2 എന്ന് എഴുതാം. ഇതിനെ സി എന്ന് വിളിക്കാം, ഇതിനെ ഡി എന്ന് വിളിക്കാം. അപ്പൊ x എന്ന് വിളിക്കാം സി പ്ലസ് ഡി ബൈ 2. ഇതിനെ സി പ്ലസ് ഡി ബൈ 2. ഇത് സി, ഇത് ഡി ആണ്. ഇനി y എന്ത് വിളിക്കാം? അത് കൊടുത്തു. ഇത് തമ്മിൽ കൂട്ടിയ മതി, തമ്മിൽ കുറക്കാം. എക്സും എക്സും കുറച്ചാൽ എന്താ സംഭവിക്കാം? എക്സും എക്സും കുറച്ചാൽ 0. ഇത് വൈയും വൈ ആണ് കുറക്കണമെങ്കിൽ 0. പക്ഷെ വൈയും മൈനസ് വൈയും കുറച്ചാൽ നേരത്തെ പറഞ്ഞ മാതിരി വൈ മൈനസ് മൈനസ് വൈ വരും. വൈയിൽ നിന്ന് വൈ ആണ് കുറക്കണമെങ്കിൽ 0. വൈയിൽ നിന്ന് മൈനസ് വൈ കുറക്കണം. മൈനസ് വൈ കുറക്കുമ്പോ വൈ മൈനസ് മൈനസ് വൈ വരും. വൈ പ്ലസ് വൈ 2y വരും. അപ്പൊ ഇത് കുറച്ചാൽ 2y. അപ്പൊ 0 വരും. ഇത് 0, മറ്റേ 2y ഈക്വൽ ടു ഇത് കുറച്ചാൽ സി മൈനസ് ഡി. 2y ഈക്വൽ ടു സി മൈനസ് ഡി ആണെങ്കിൽ y ഈക്വൽ ടു സി മൈനസ് ഡി ബൈ 2. അപ്പൊ x നെ സി പ്ലസ് ഡി ബൈ 2 എന്ന് പറയാം നിങ്ങൾക്ക്. y നെ സി മൈനസ് ഡി ബൈ 2 എന്ന് പറയാം. എക്സ് പ്ലസ് വൈനെ സി എന്ന് വിളിക്കാം, എക്സ് മൈനസ് വൈനെ ഡി എന്ന് വിളിക്കാം. എക്സിനെ ഇങ്ങനെ വിളിക്കാം, വൈനെ എങ്ങനെ വിളിക്കാം എങ്കിൽ ഇതെന്തായി മാറും? ഇതും ഇതും. ഇതിനെ ലാസ്റ്റ് ഫിനിഷ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഇക്വേഷനിലേക്ക് വരാണ്. സി ഡി, ഇവിടെ സി ഇവിടെ ഡി. ഇത് എക്സ് പ്ലസ് സി പ്ലസ് ഡി ബൈ 2, ഇത് സി മൈനസ് ഡി ബൈ 2. അപ്പൊ എന്താവും? സൈൻ ഇവിടെ സി കൊടുക്കാം, ഇവിടെ ഡി കൊടുക്കാം. ഇവിടെ സി പ്ലസ് ഡി ബൈ 2, സി മൈനസ് ഡി ബൈ 2. ഇവിടെ സി, ഇവിടെ ഡി. സി പ്ലസ് ഡി ബൈ 2, സി മൈനസ് ഡി ബൈ 2 അല്ലെ. അപ്പൊ സൈൻ സി പ്ലസ് സൈൻ ഡി എന്നോ അല്ലെ. സൈൻ സി പ്ലസ് സൈൻ ഡി ഈക്വൽ ടു 2 സൈൻ എന്താവും? സി പ്ലസ് ഡി ബൈ 2 അല്ലെ. 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. കോസ് സി മൈനസ് ഡി ബൈ 2. ഇതാണ് റിസൾട്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാണ്ട്. സൈൻ സി പ്ലസ് സൈൻ ഡി ഈക്വൽ ടു 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. അതുപോലെ സൈൻ സി മൈനസ് സൈൻ ഡി ഈക്വൽ ടു 2 കോസ് അല്ലെ. 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു പിന്നെ സൈൻ ആണ് സൈൻ സി മൈനസ്. ഈ രണ്ട് റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈൻ സി ഏതോ ആകാം. സൈൻ ഒരു ആംഗിൾ പ്ലസ് സൈൻ വേറൊരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 2 സൈൻ ഇൻറ്റു ഈ രണ്ട് ആംഗിളും കൂട്ടുക ബൈ 2 ഇൻറ്റു കോസ് ഇൻറ്റു ആ രണ്ട് ആംഗിളും കുറക്കുക ബൈ 2. ഈ ആംഗിൾ ഓർക്കണം. ഇനി സൈൻ ഒരു ആംഗിൾ മൈനസ് സൈൻ വേറൊരു ആംഗിൾ ആണെങ്കിൽ 2 കോസ് ആ രണ്ട് ആംഗിളും കൂട്ടുക ബൈ 2 പിന്നെ സൈൻ ആ രണ്ട് ആംഗിളും കുറക്കുക ബൈ 2. അപ്പൊ 2 ഉണ്ടാവും കൂട്ടാണെങ്കിൽ കുറക്കാണെങ്കിൽ. സി പ്ലസ് ഡി ബൈ 2 ഉണ്ടാവും, പിന്നെ സി മൈനസ് ഡി ബൈ 2 ഉണ്ടാവും. 2 ഉണ്ടാകും, സി പ്ലസ് ഡി ബൈ 2 ഉണ്ടാവും, സി മൈനസ് ഡി ബൈ 2 ഉണ്ടാകും. കോസും സൈനും പിന്നെ ശ്രദ്ധിക്കാം. ഇത് സൈനും സൈനും കൂട്ടാണ്, പിന്നെയോ ഇത് സൈനും സൈനും കുറക്കാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതേമാതിരി കോസും കോസും കൂട്ടണം വരുന്നുണ്ട്, കോസും കോസും കുറക്കണം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണം പിന്നെ ആ രണ്ടെണ്ണം 4 പഠിക്കണ്ട. സൈനും സൈനുമാണ് കൂട്ടണമെങ്കിൽ, സൈനും സൈനും കൂട്ടാണെങ്കിൽ എന്താ, സൈനും സൈനും കുറക്കാണെങ്കിൽ എന്താ. കോസും കോസും കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും, കോസും കോസും കുറച്ചാൽ എന്ത് സംഭവിക്കും ശ്രദ്ധിക്കാം. സൈൻ പ്ലസ് പിന്നെ സൈൻ, സൈനും പ്ലസ് സൈൻ ആണെങ്കിൽ, സൈനും സൈനും കൂട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു സൈൻ എപ്പോഴും മിക്സ് ചെയ്തിട്ടാ വരിക. കോസ് അങ്ങനെയല്ല, കോസുകൾ ഒപ്പം വരും, കോസ് കോസ് സൈൻ സൈൻ അങ്ങനെ പറയാം അല്ലെ. സൈൻ മിക്സ് ചെയ്തിട്ടാ വരിക. സൈനും സൈനും കൂട്ടാണെങ്കിൽ കണ്ടോ, ഒരു സൈനിന്റെ ഒരു കോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോസിന്റെ സൈൻ ഉണ്ടാവും. സൈൻ അങ്ങനെയാണ് മിക്സ് ചെയ്തിട്ടാ വരിക. സൈനും കോസും ഉണ്ടാവും, അല്ലെങ്കിൽ കോസും സൈനും. കോസ് അങ്ങനെയല്ല, കോസ് എങ്ങനെയല്ല, കോസും കോസും വരും, സൈനും സൈനും വേറെ സൈഡ് അല്ലെ, അങ്ങനെ വരിക. അപ്പൊ അത് സൈനും സൈനും ആണ് എങ്കിൽ
മിക്സ് ചെയ്തിട്ടാണ് വരിക എന്ന് ഓർക്കുക. സൈൻ കോസ് അല്ലെങ്കിൽ കോസൈനേക്കാൾ ഇവിടെ സൈൻ ആണെങ്കിൽ അവിടെ കോസ് ആയിരിക്കും. ഇനി ഇവിടെ കോസ് ആണെങ്കിൽ അവിടെ സൈൻ ആയിരിക്കും എന്ന് മനസ്സിലാക്കും. മിക്സ് ചെയ്തിട്ടാണ് വരിക. സൈനിൽ കൂട്ടുകയാണെങ്കിൽ ആദ്യം സൈൻ വരിക, പിന്നെ കോസ് വരിക. C+d/2 ആദ്യം C-d/2 പിന്നെയാണ് വരിക. 2 ഉണ്ടാവും. സൈനിൽ കൂട്ടുകയാണെങ്കിൽ ആദ്യം സൈൻ ആണ് വരിക. ആദ്യം പറഞ്ഞാൽ C+d/2 ഒപ്പം സൈൻ വരും, പിന്നെ C-d/2 ഒപ്പം കോസ് വരും. സൈനിൽ കുറക്കുകയാണെങ്കിലും കാരണം നമ്മൾ മിക്സ് ചെയ്ത് വരിക. സൈനിൽ കുറക്കുകയാണെങ്കിൽ മിക്സ് ആണ്, കൂട്ടുകയാണെങ്കിൽ മിക്സിംഗ് ആണ്. പക്ഷെ കുറക്കുമ്പോ മിക്സിൽ ആദ്യം കോസ് ആണ് വരിക, പിന്നെയാണ് സൈൻ വരിക. സൈനും കൂട്ടിയാലും കുറച്ചാലും മിക്സ് ചെയ്തിട്ടാണ് വരിക. ആദ്യം മനസ്സിലാക്കുക. 2 ഉണ്ടാവും. C+d/2 പിന്നെ വരും, C-d/2 പിന്നെ വരും. C-d/2 ലാസ്റ്റ് വരെ കിട്ടും. സൈൻ ആണെങ്കിൽ മിക്സ്ഡ് ആണ് വരിക. സൈനിന് ശേഷം കോസ് അല്ലെങ്കിൽ കോസിന് ശേഷം സൈൻ, അല്ല കോസും വരില്ല, സൈനും സൈൻ അങ്ങനെയല്ലേ വരിക. അത് കോസിന്റെതാണ്, അത് നമുക്ക് പിന്നെ പറയാം. പ്ലസ് ആണെങ്കിൽ ആദ്യം സൈനാണ് പ്രിഫറൻസ് കൊടുക്കുക, പിന്നെയാണ് കോസ് വരിക. മൈനസ് സൈനിന് മൈനസ് ആണെങ്കിൽ ആദ്യം കോസ് വരിക, പിന്നെയാണ് അതിൽ വരിക സൈൻ വരിക. cos x plus y equal to cos x cos y minus sin x sin. cos x minus y equal to cos x cos y plus sin x sin. കണ്ടാ, കോസ് ആണെങ്കിൽ കോസും അടുപ്പിച്ച് വരിക, സൈനും അടുപ്പിച്ച് വരിക. ഇവിടെ അങ്ങനെ ഓക്കെ. മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, പ്ലസ് ഇവിടെ ആണെങ്കിൽ അവിടെ മൈനസ് വരും. സൈനിന് അങ്ങനെയല്ല, സൈനിന് മിക്സഡ് ആണ് വരിക, കോസും സൈനും പിന്നെ സൈനും കോസ് വരിക. പ്ലസിന് പ്ലസ് തന്നെ ആയിരിക്കും, സൈനിന്റെ അവിടെ മൈനസിന് മൈനസ് ആയിരിക്കും. പക്ഷെ കോസിന് മൈനസ് അവിടെ ആണെങ്കിൽ ഇവിടെ പ്ലസ് ആയിരിക്കും, ഇവിടെ പ്ലസ് ആണെങ്കിൽ അവിടെ മൈനസ് ആയിരിക്കും. ഇനി രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യാം. ഇതല്ലേ ലെഫ്റ്റ് സൈഡ്, നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? cos x plus y plus cos x minus y അല്ലേ? cos x plus y plus cos x minus y equal to, ഇത് തന്നെയാണ് cos x into cos y തന്നെയാണ്. അപ്പോ this one into this one ആണ്, അല്ല ഇത് രണ്ട് ആഡ് ചെയ്യല്ലേ, ഇത് രണ്ട് കൂട്ടുമ്പോ അതിന്റെ ഡബിൾ വരും. cos x into cos y plus cos x into cos y 2 cos x into cos y ആവും. ഇത് 2 cos x into cos y. ഇത് രണ്ടും ഒരേ നമ്പർ ആണ്, ഡിഫറന്റ് സൈൻ. ഒരേ നമ്പറും ഡിഫറന്റ് സൈനും ആണെങ്കിൽ ആഡ് ചെയ്യുമ്പോ 0, സബ്ട്രാക്ട് ചെയ്യുമ്പോ ഡബിൾ ആവും. എങ്ങോട്ടാന്നുള്ളത് അനുസരിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ അത് 0 നേരത്തെ മാറ്റുന്നു. അപ്പൊ cos x plus y equal to cos x plus y plus cos x minus y equal to 2 cos x into cos y. ഇനി കുറക്കാം, ഇവിടെ മൈനസ് cos x plus y minus cos x minus y equal to this one minus this one. ഒരേ നമ്പർ ആണ്, തമ്മിൽ കുറച്ചാൽ 0. ഇത് തമ്മിൽ കുറക്കാം, ഇത് തമ്മിൽ കുറക്കുമ്പോൾ this one minus this one ആണ്. ഇത് പ്ലസ് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. ഒരേ നമ്പർ ആണ് കുറക്കണമെങ്കിൽ, ഒരേ സൈൻ ആണെങ്കിൽ 0 വരും, ഡിഫറന്റ് സൈൻ ആണെങ്കിൽ ഡബിൾ ആവും. ഇതും പ്ലസ് ആണ്, ഇതും പ്ലസ് ആണെങ്കിൽ ഇത് തമ്മിൽ കുറച്ചാൽ 0. പക്ഷെ ഇത് മൈനസ്, ഇത് പ്ലസ് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ടാ കുറക്കണേ. cos x plus y minus cos x minus y. ഇവിടുന്ന് ഇങ്ങോട്ട് കുറക്കുമ്പോ this one minus this one. ഇത് ഓൾറെഡി മൈനസ് ആണ്, പിന്നെ മൈനസ് ഇത് വരുമ്പോ മൈനസ് ഒരു നമ്പർ മൈനസ് അതേ നമ്പർ -5 -5 എന്ന് പറഞ്ഞ മാതിരിയാ. -5 ആണ് തരാ, മൈനസ് ഇട്ടിട്ട് ഡബിൾ എടുത്താൽ -10 ആണ്. -3 മൈനസ് എത്ര? -6. -4 -4 എത്ര? -8. സോ മൈനസ് ദിസ് വൺ, പിന്നെ ഇത് കുറക്കല്ലേ, മൈനസ് ദിസ് വൺ. അപ്പൊ -2 ഈ സാധനം ഡബിൾ, -2 ഈ സാധനം. ഓക്കെ, ഈക്വൽ ടു -2 ഇത് ഇതാ sin x into sin y -2 sin x into sin. കൂട്ടിയാൽ രണ്ടും കോസ് ആയിട്ട് മാറും, കുറച്ചാൽ രണ്ടും സൈൻ ആയിട്ട് മാറും. ഇതേമാതിരി നമ്മൾ സൈനിന്റെ കൂട്ടിയിരുന്നു. സൈനിന്റെ കൂട്ടിയപ്പോ ആദ്യം സൈൻ വന്നിട്ട് പിന്നെ കോസ്, സൈനിന്റെ കുറച്ചപ്പോ ആദ്യം കോസ് പിന്നെ സൈൻ. ഇവിടെ അങ്ങനെയല്ല, കോസിന്റെ ടീമാവുമ്പോൾ മിക്സിംഗ് അല്ലേ വരിക, കോസും കോസും അല്ലെങ്കിൽ സൈനും സൈനും. കാണാം, കൂട്ടാണെങ്കിൽ കോസേ നിൽക്കുള്ളൂ, കുറക്കാണെങ്കിൽ സൈനേ നിൽക്കുള്ളൂ. 2 അല്ല, ഇത് -2 ആണ്. ഓക്കെ, ഇനി നേരത്തെ ചെയ്ത മാതിരി x plus y നെ c എന്ന് കൊടുക്കാം, x minus y നെ d എന്ന് കൊടുക്കാം അല്ലെ. അപ്പൊ ഇത് c, ഇത് d ആവും, c ആവും d ആവും. അപ്പൊ എന്തായിരുന്നു x ആയി മാറി? എന്തായിരുന്നു? c plus d/2 c minus d/2 c plus d/2 c minus d/2 അല്ലെ. അപ്പൊ എന്തായി മാറും നമ്മളെ ഇക്വേഷൻസ്? cos c plus cos d equal to 2 cos c plus d/2 cos തന്നെ c minus d/2 അല്ലെ.
നമ്മുടെ സി കൊടുക്കേണ്ടി വരും. 2 cos c സി ഡി കൊടുക്കും. cos c plus cos d അല്ലേ? cos c plus cos d equal to 2 cos c plus d by 2 into cos c minus d by 2 അല്ലേ? ഇനി ഇവിടെ cos c minus cos d equal to 2 അല്ല -2 ആണ്. -2 sin c plus d by 2 വീണ്ടും sin തന്നെയാണ് c minus d by 2. ഓർക്ക ഈ രണ്ടെണ്ണം നേരത്തെ രണ്ടെണ്ണം സൈനിൽ പറഞ്ഞു. sin c plus sin d യും sin c minus sin d. കോസിന്റെ ഓർക്ക cos ഒരു ആംഗിൾ c ഏതോ ആകാം. cos 5x ഓ 3x വരാം. cos 3x plus cos 2x അങ്ങനെ വരാം. cos ഒരു ആംഗിൾ plus cos വേറെ ആംഗിൾ എന്ന് പറഞ്ഞാൽ cos ആണ്. കോസ് ആണെങ്കിൽ ഓർക്കുക, പ്ലസ് ആവട്ടെ മൈനസ് ആവട്ടെ. കോസ് പ്ലസ് കോസ് അല്ലെങ്കിൽ കോസ് മൈനസ് കോസ് ആണെങ്കിൽ ഓർക്കുക കോസും കോസും ആണ് വരിക, അല്ലെങ്കിൽ സൈനും സൈനാണ് വരിക. കൂട്ടാണെങ്കിൽ രണ്ടും കോസിലായിരിക്കും. രണ്ടും പറഞ്ഞാല് സി പ്ലസ് ഡി ബൈ 2 കോസില് സി മൈനസ് ഡി ബൈ 2 കോസിൽ. കുറക്കാണെങ്കിലോ രണ്ടും സൈനിന്റെ വരിക, മിക്സിംഗ് ഉണ്ടാവില്ല. ഇത് മൈനസ് ആണ് ഓർക്കണം. സൈൻ എങ്ങനെയായിരുന്നു? സൈൻ സി പ്ലസ് സൈൻ എന്തായിരുന്നു? സൈനിൽ കൂട്ടാണെങ്കിൽ മിക്സിംഗ് വരിക, 2 ഉണ്ടാവും. ആദ്യം സൈന് പിന്നെ കോസ്. സൈനിൽ കൂട്ടുക ബൈ 2, കോസിൽ കുറക്കുക ബൈ 2. സൈൻ സി മൈനസ് സൈൻ എന്തായിരുന്നു? സൈൻ ആണ്, കുറക്കല്ലേ? അപ്പൊ ആദ്യം കോസ് ആവില്ല, 2 കോസ് കൂട്ടുക ബൈ 2, പിന്നെയോ സൈനിൽ കുറക്കുക ബൈ 2. കോസ് അങ്ങനെയല്ല. കോസ് വന്നാൽ ഒന്നുകിൽ ഫുള്ള് കോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുള്ള് സൈൻ ആയിരിക്കും. കോസിലൂടെ പ്ലസ് ആണെങ്കിൽ രണ്ട് ടീമും കോസിലാണ് വരിക. കോസിലൂടെ മൈനസ് ആണെങ്കിൽ രണ്ട് ടീമും സൈനിലാണ് വരിക. അപ്പൊ 2 അല്ല -2 ആയിരിക്കും. ഓക്കെ ഓക്കെ ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ പ്രൂവ് ദാറ്റ് sin 5x plus sin 3x by cos 5x plus cos 3x equal to tan 4x. ഈ സാധനം ഇത് ചെയ്താൽ tan 4x എന്ന് കിട്ടും. അല്ലെങ്കിൽ tan 4x ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. this one equal to that one അല്ലെങ്കിൽ that one equal to this one എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡ് LHS ഈ ലെഫ്റ്റ് സൈഡ് ചെയ്ത് ഇങ്ങനെ പോരാ. ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടണം? tan 4x കിട്ടണം. ഓക്കെ റെഡി അല്ലേ? sin 5x plus sin 3x ഇത് അടക്കട്ടെ. നമുക്ക് ഇത് മാത്രം അറിയാം. ന്യൂമറേറ്റർ sin ഒരു ആംഗിൾ പ്ലസ് sin വേറെ ആംഗിൾ. ഇത് ഏതാ മോഡല്? sin c plus sin d മോഡൽ അല്ലേ? sin c plus sin d എന്താ? സൈനിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു സൈനും കോസ് അല്ലെങ്കിൽ കോസ് സൈൻ ആവില്ല. കോസിലാണെങ്കിലോ കോസ് കോസ് അല്ലെങ്കിൽ സൈൻ സൈൻ ആവില്ല അല്ലെ? സൈനിന് കൂട്ടാണ് പ്ലസ് അല്ലേ? അപ്പൊ ആദ്യം സൈൻ ആണ് വരിക, പിന്നെയാണ് കോസ് വരിക. അത് മനസ്സിലാവും. ആദ്യം സൈൻ വരും, പിന്നെ കോസ് വരും. 2 ഉണ്ടാവും അല്ലെ? അപ്പൊ 2 ആദ്യം സൈൻ വരും, എന്നിട്ട് സി പ്ലസ് ഡി. ഇതല്ലേ സി, ഇതല്ലേ ഡി. 5x ആണ് സി, ഇതാ 3x ആണ്. അപ്പൊ സി പ്ലസ് ഡി വരുമ്പോ 5x plus 3x അല്ലെ? സി പ്ലസ് ഡി ബൈ 2 ഉണ്ട്. അപ്പോ സൈനിന്റെ കൂടെ 5x plus 3x by 2. 2 സൈൻ കൂട്ടുക ബൈ 2, പിന്നെ കോസിൽ കുറക്കുക ബൈ 2. കോസ് ഇതേ മൈനസ്, പിന്നെ കോസ് ആണ്. കോസ് 5x ഉം 3x ഉം കുറക്കുക ബൈ 2 അല്ലെ? ഇനി ബൈ നമുക്ക് കിട്ടുന്ന ആൻസർ tan 4x ആണ്. കോസിൽ കൂട്ടാണ്. കോസിൽ കൂട്ടാണെങ്കിലും കുറക്കുകയാണെങ്കിലും രണ്ടും ഇങ്ങനെ വരിക, രണ്ടും കോസ് ആയിക്കാം അല്ലെങ്കിൽ രണ്ടും സൈൻ ആയിരിക്കും. കൂട്ടാണെങ്കിൽ രണ്ടും എന്താ വരിക? കോസ് ആണ് അല്ലെ? കുറക്കുകയാണെങ്കിൽ അല്ലേ -2 രണ്ടും സൈൻ വരിക. അപ്പൊ കോസ് സി പ്ലസ് കോസ് ടി ആണ്. അപ്പൊ 2 കോസ് കൂട്ടുക ബൈ 2, പിന്നെയും കോസ് കുറക്കുക ബൈ 2. സോ 2 കോസ് കൂട്ടുക 5x ഉം 3x തന്നെയാണ്, കൂട്ടുക ബൈ 2 ഇൻറ്റു കോസിന്റെ 5x ഉം 3x ഉം കുറക്കുക ബൈ 2 ഈക്വൽ ടു ഈ 2 ഉം 2 കട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ വെട്ടാൻ പറ്റൂല കേട്ടാ. സൈഡിന് എത്ര 8x അല്ലേ? കൂട്ടുകാരെ 8x ബൈ 2, 8x ന്റെ പകുതി 4x.
അപ്പൊ സൈൻ 4x സൈൻ 4x ഇൻറ്റു ഇത് കോസ് 5x 3x എത്ര 2x ബൈ 2 2x ബൈ 2 പറയുമ്പോ 2x ബൈ 2 അറിയുമ്പോ എന്താ 2 കിട്ടും അല്ലെ? അപ്പൊ സൈൻ കോസ് x മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ കോസ് x മാത്രമേ ഉണ്ടാവൂ. ഈ 2 പോയി. ഇത് കോസ് ആണ്, ഇത് തന്നെയാണിത്. ഇവിടെ തന്നെ ഇവിടെ 4x ഒരു x ഇതാ, ഇത് 4x ഇത് 1x. അപ്പോ cos 4x cos 1x അല്ലേ? cos 4x into cos 1x അല്ലേ? ഇത് cos x ആണ്, രണ്ട് വട്ടം. ബാക്കി എന്താ? sin 4x by cos 4x sin 4x by cos 4x. നമുക്കറിയാം sin x by cos x ആണെങ്കിൽ tan x ആണ്, കോഷ്യൻ റൂൾ. cos x by sin x ആണെങ്കിൽ നമുക്കറിയാം cot x. നമ്മൾ റെസിപ്രോക്കൽ പറഞ്ഞു, കോഷ്യന്റ് പറഞ്ഞു, നമ്മൾ പൈതഗോറസ് അങ്ങനെ കുറെ റിലേഷൻ ഒക്കെ പറഞ്ഞു. sin by cos ആണെങ്കിൽ tan എഴുതാം, cos by sin ആണെങ്കിൽ cot, sin x by cos x ആണെങ്കിൽ അതിനെ നമുക്ക് tan x എന്ന് എഴുതാം, tan x. പക്ഷെ ഇത് sin 4x by cos 4x ആണ്, അപ്പൊ അതിന് tan 4x എന്ന് എഴുതാം. സോ ലാസ്റ്റ് ആൻസർ ഓക്കെ ഇസ് പ്രൂവ്. ഇതാണ് ഇതിന്റെ RHS അല്ലേ? നമ്മൾ LHS പോകുന്നു ചെയ്തു വന്നപ്പോ നമുക്ക് RHS. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് sin x minus sin y by cos x plus cos y equal to tan x minus y by 2. ഇതിനെ ചെയ്തു വന്നാൽ നമുക്ക് x minus y by 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമുക്ക് ലെഫ്റ്റ് സൈഡ് വെച്ച് തുടങ്ങാം, എന്നിട്ട് ഈ റൈറ്റ് സൈഡ് കിട്ടുമോ ചെക്ക് ചെയ്യാം. ഓക്കെ, sin x minus sin y. ഇത് ഏതാ മോഡല്? sin c minus sin d. x c ആണ്, y നോട് d ആണ് കരുതിയാൽ മതി. അപ്പൊ sin c minus sin d എന്താ? സൈനിലാണ്, കുറക്കാണെങ്കിലും കൂട്ടാണെങ്കിലും സൈൻ മിക്സ് ചെയ്തിട്ട് വരിക. സൈൻ കോസ് അല്ലെങ്കിൽ കോസൈൻ ആണ് വരിക അല്ലെ? ഇത് സൈനിലാണ്, കുറക്കാണെങ്കിൽ ആദ്യം കോസ് ആണ് വരിക, പിന്നെ സൈൻ. അപ്പൊ c പ്ലസ് d ബൈ 2 ആദ്യം കോസിൽ പറയും, c മൈനസ് d ബൈ 2 സൈൻ ആണ് അല്ലെ? അപ്പൊ 2 കോസ് സിയും ഡിയും കൂട്ടുക ബൈ 2, c പ്ലസ് d ബൈ 2. ഇവിടെ c ആണെന്നല്ലേ, പ്ലസ് d ബൈ 2, c പ്ലസ് d ബൈ 2 ഇൻറ്റു പിന്നെയോ കോസിൽ എഴുതി കഴിഞ്ഞു. ഇനി സൈനില് c മൈനസ് d ബൈ 2. സൈൻ c പറഞ്ഞാല് x മൈനസ് c മൈനസ് d ബൈ 2. ഇതാണ് cos x പ്ലസ് cos y. cos ഒരു ആംഗിൾ പ്ലസ് cos വേറെ ആംഗിൾ, അങ്ങനെ ഓർത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കോസില കൂട്ടാണെങ്കിലും കുറക്കാണെങ്കിലും മിക്സിംഗ് അല്ല വരിക, കോസ് ആണ് വരിക, അല്ലെങ്കിൽ സൈൻ. കോസ് ആണ് പ്ലസ് ആണ് വരുന്നെങ്കിൽ രണ്ടും കോസ് ആയിരിക്കും. കോസിൽ തന്നെ കൂട്ടുക ബൈ 2, കോസിൽ തന്നെ കുറക്കുക ബൈ 2. 2 ഉണ്ട് അല്ലെ? 2 കോസ് തന്നെയാണ്, പിന്നെയും കോസ് തന്നെയാണ്. സിയും ഡിയും എക്സും വൈയും കൂട്ടുക ബൈ 2, പിന്നെ എക്സും വൈയും കുറക്കുക ബൈ 2 അല്ലെ? 2 into 30. ഇത് കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ആണ്, ഇതും കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഇങ്ങനെ വട്ടാം. വെറും എക്സ് പ്ലസ് വൈ ബൈ 2 വെട്ടൂല, അങ്ങനെ ഇത് വെട്ടാ ഇത് വെട്ടാ, അങ്ങനെയല്ല. അങ്ങനെ എക്സ് മൈനസ് വൈ ബൈ 2 വെട്ടാം. അപ്പൊ പിന്നെ സൈൻ ബൈ കോസ് ഉണ്ട്, അങ്ങനെ വെട്ടും കേട്ടോ. പിന്നെ ഇത് വെട്ടി കഴിഞ്ഞാൽ പിന്നെന്താ? സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ബൈ കോസ് എക്സ് മൈനസ് വൈ ബൈ 2 അല്ലെ? സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ബൈ കോസ് എക്സ് മൈനസ് വൈ ബൈ 2. ഇത് ഇങ്ങനെ വെട്ടാൻ പറ്റൂല. ഓക്കെ, ഇതൊരു ആംഗിൾ ആണ്, സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ ഒരു ആംഗിൾ ബൈ കോസ് അതേ ആംഗിൾ ആണെങ്കിൽ അതിനെ നമുക്ക് സൈൻ ബൈ കോസ് ടാൻ എന്നില്ല. സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ബൈ കോസിന് എക്സ് മൈനസ് വൈ ബൈ 2 അല്ലേ? എങ്കിൽ സൈൻ ബൈ കോസ് ആയതുകൊണ്ട് നമുക്ക് എഴുതാം അതിനെ ടാന് അതേ ആംഗിൾ എക്സ് മൈനസ് വൈ ബൈ 2. That's the proof. Okay, അടുത്ത ക്വസ്റ്റ്യൻ. Prove that cos 4x plus cos 3x plus cos 2x by sin 4x plus sin 3x plus sin 2x equal to cot 3x. ഇതിനെ ചെയ്തു വന്നാൽ നമുക്ക് എന്ത് കിട്ടണം? cot 3x കിട്ടും. തുടങ്ങാം. ഇവിടെ ഇത് രണ്ടെണ്ണാണെങ്കിൽ നമുക്ക് cos c plus cos d ചെയ്യാം. ഇത് രണ്ടെണ്ണാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടാണെങ്കിൽ ചെയ്യാം. ഇവിടെ 3 ഉണ്ട്, ഇവിടെ അതുപോലെ 3 ഉണ്ട്.
അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ ഇത് രണ്ടും എടുക്കുക, അല്ലെങ്കിൽ ഇത് രണ്ടും, അല്ലെങ്കിൽ ഇത് എടുക്കണം. ഒന്നിനടം മാറ്റി നിർത്തിയിട്ട് ബാക്കി രണ്ടാം നല്ല c പ്ലസ് d ബൈ 2 ചെയ്യാൻ പറ്റും. ഇത് എടുക്കണോ, ഇങ്ങനെ എടുക്കണോ, അങ്ങനെ എടുക്കണോ എന്നുള്ള തീരുമാനം. ഇതാണ് എടുക്കണമെങ്കിൽ 4x ഉം 3x ആണെങ്കിൽ ഇവിടെ എടുക്കുന്ന കാര്യത്തിന് കൊടുത്താൽ ഇത് 4x 3x 4x ഉം 3x ആണെങ്കിൽ c പ്ലസ് d ബൈ 2 എന്ത് സംഭവിക്കും? c യും d കൂട്ടുമ്പോ 4x ഉം 3x ഉം കൂട്ടുക 7x 7x ന്റെ ബൈ 2 7ന്റെ പകുതി പറയുമ്പോൾ റിസ്ക് ആണ് 3 അല്ലെ. ഇത് തമ്മിൽ എടുക്കുകയാണെങ്കിലോ അപ്പൊ 3x c ഇത് c വരും, ഇത് d വരും. അപ്പൊ 3x 2x കൂട്ടുമ്പോ 5x 5xന്റെ പകുതി ബുദ്ധിമുട്ടാണ് 2. ഇതും അതും എടുക്കണെങ്കിലോ അപ്പൊ ഇത് c ആണ്, അത് d ആണ്. അപ്പൊ 4x 2x കൂട്ടുമ്പോ 6x by 2 6x ന്റെ by 2 കറക്റ്റ് 3 ആണ് അല്ലെ. അപ്പൊ ഇതാണ് നല്ലത് കാരണം 3ലേക്ക് വരണമെങ്കിൽ ഈ നടുവിലെ 3x ഇല്ലേ അതിനെ നമ്മൾ ഒന്ന് മാറ്റി നിർത്തുക, എന്നിട്ട് ഇതിനെ പെയർ ആക്കുക. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്തത് 4x ഉം 2x ഉം ഒപ്പം ചെയ്യാൻ വേണ്ടി അടുപ്പിച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള 3x നെ ഇങ്ങോട്ട് ആക്കും. ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഈക്വൽ ടു ഇവിടേക്ക് മാത്രം നോക്കുക. ന്യൂമറേറ്റർ cos 3x ആണ് എത്തണ്ടേ, cos 3x അവിടേക്ക് നോക്കണ്ട. ഇനി ഈ രണ്ടും ഇങ്ങനെ പേർ, ഇത് രണ്ടും നോക്കണം. sin 3x ഉം ഇവിടെ നോക്കുക. ഇത് cos c പ്ലസ് cos d ആണ്. കോസിൽ കൂട്ടാണ് എങ്കിൽ രണ്ടും കോസ് ആയിരിക്കും. cos c പ്ലസ് d ബൈ 2 ആണ്, പിന്നെയും cos c മൈനസ് d ബൈ 2 അല്ലെ. അപ്പൊ 2 cos ഇത് രണ്ടും കൂട്ടുക ബൈ 2, 4x 2x കൂട്ടുക ബൈ 2 അല്ലെ. 4x പ്ലസ് 2x ബൈ 2 ഇൻറ്റു പിന്നെ കോസ് തന്നെയാണ് 4x ഉം 2x ഉം കുറക്കുക ബൈ 2. കോസ് തന്നെയാണ് 4x ഉം 2x ഉം കുറക്കുക ബൈ 2. അതാണ് കഴിഞ്ഞു. ഇതേമാതിരി താഴെ എടുക്കാൻ വേണ്ടി sin 3x അവിടെ നോട്ടെ പ്ലസ് സൈനും കൂട്ടുകയാണ്. സൈനും കൂട്ടുമ്പോ ആദ്യം സൈന് പിന്നെയാണ് കോസ്, മിക്സിംഗ് ആണ്. ആദ്യം സൈൻ 2 സൈൻ അല്ലെ. അപ്പൊ 2 സൈൻ കൂട്ടുക 4x ഉം 2x ഉം കൂട്ടുക ബൈ 2 ഇൻറ്റു ഇനി സൈന് വന്ന് സ്ഥിതിക്ക് ഇനി കോസ് ആണ് അല്ലെ. കോസ് 4x ഉം 2x ഉം കുറക്കുക ബൈ 2. ഓക്കെ, ഈക്വൽ cos 3x അതുപോലെ നിർത്തുക പ്ലസ് 2 cos 8 ഇത് കൂട്ടിയ 6x ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 3x ഇവിടെ ഇൻറ്റു ആണ്. അടുത്ത കോസ് 4x 2x പോയാൽ ബാക്കി 2x അല്ലേ. ആ 2x ബൈ 2 2x ന്റെ പകുതി 1x x അല്ലേ ഹോൾ ബൈ താഴെ sin 3x ചെയ്ത പ്ലസ് 2 sin ആണ്. ഇത് കൂട്ടിയ 6x ന്റെ പകുതി അതിന് വരാം 3x ഇൻറ്റു ആണ്. പിന്നെ കോസ് ആണ് 4x 2x പോയാൽ 2x ന്റെ പകുതി x. this one പ്ലസ് ഇത് ഇൻറ്റു ആണ്. this one പ്ലസ് ഇൻറ്റു ആണ്. ഇൻറ്റു എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ടേം ആയിട്ട് പോകും. ഇത്രയും ഒരു ടേം ആണ്. ഇവിടെ താഴെ 2 ടേമേ ഉള്ളൂ. ഇവിടെ 1 3 2. ഇത് പ്ലസ് ആയിരുന്നു എങ്കിൽ അപ്പൊ this one പ്ലസ് തേർഡ് ടേം 3 ടേം 3 ടേംസ്. ഇവിടെ പ്ലസിന്റെ മാതിരി ഇവിടെ പ്ലസോ മൈനസോ ആണെങ്കിൽ ടേംസിന്റെ എണ്ണം കൂടും. ഇത് ഇൻറ്റു ആണ് ഇപ്പോ താഴെ ഇവിടെയൊക്കെ. അപ്പൊ ഇത് ഒറ്റ ടേം ആയിട്ട് പറയാം. അപ്പൊ ഇവിടെ 2 ടേം ഉണ്ട്. ഇത്രയും ഒരു ടേം പ്ലസ് ഇത്ര ടേം. ഇവിടെ ഒരു ടേം ഇത് ഒരു ടേം ഇത്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് രണ്ടിലും പ്ലസിന്റെ ആ ഭാഗം ഒരു ടേം ആണ്, ഇപ്പുറം ഒരു ടേം ആണ്. 2 ടേം പ്ലസ് വെച്ചിട്ട് അങ്ങോട്ട് അത്രയും ഒരു ഭാഗം, ഇങ്ങോട്ടൊരു ഭാഗം. ഇവിടെയും 2 ടേം, ഇവിടെയും 2 ടേം. ഈ ന്യൂമറേറ്ററില് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഇത് cos 3x ആണ്. ഇവിടെ 2 cos 3x ഇൻറ്റു cos x. അപ്പൊ ഇതിലും ഉണ്ട് എന്ത് cos 3x, ഇവിടെ cos 3x ഉണ്ട്. അപ്പൊ ഇവിടുന്ന് cos 3x നമ്മൾ പുറത്തെടുക്കും. ഇവിടെ sin 3x ഉണ്ട്, ഇവിടെ ഉണ്ട് sin 3x. രണ്ടൊന്നും sin 3x ഉം പുറത്തെടുക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഇവിടുന്ന് cos 3x പുറത്തെടുക്കണം. ഇവിടെ പ്ലസ് ആണ്, ഇതൊരു ടേം ആണെന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് cos 3x പോന്നാ പിന്നെ അവിടെ 1 മാത്രമേ 1 പ്ലസ് ഉണ്ടാവും അല്ലെ. ഇവിടുന്ന് cos 3x പോന്നാ 2 ഒരു cos x 2 cos x ഉണ്ടാവും. 1 പ്ലസ് 2 cos x ബൈ sin 3x ഉണ്ട് രണ്ടോടത്തും. അപ്പൊ sin 3x പുറത്തെടുക്കാം. ഇവിടുന്ന് 1 പ്ലസ് ഇവിടെ 2
cos x ഉണ്ടാവും. 2 cos x. അപ്പോ cos 3x into ഇത്രയും by sin 3x into ഇത്രയും. ഈ 1 പ്ലസ് കണ്ടോ 2 cos x ഉം 1 പ്ലസ് 2 cos x ഉം കട്ട് ചെയ്യാം. ബാക്കി എന്ത് വരും? ഇവിടെ cos 3x താഴെ sin 3x. സൈൻ ബൈ കോസ് ആണെങ്കിൽ നമുക്ക് ടാൻ എഴുതാം. കോസ് ബൈ സൈൻ ആയതുകൊണ്ട് കോട്ട് എഴുതാനേ പറ്റുള്ളൂ അല്ലെ. കോഷൻ കൊടുക്കണം 3x ആണ് ഇവിടെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കോട്ടിന്റെ കൂടെ 3x. സോ ലാസ്റ്റ് ആൻസർ ഇസ് കോട്ട് 3x. Hence the proof. Okay. The next question. Prove that cos 9x minus cos 5x by sin 17x minus sin 3x equal to minus sin 2x by cos 10x. ചെയ്തു നോക്കാം അല്ലേ. എന്താ നമുക്ക് തുടങ്ങാം അല്ലേ. ലെഫ്റ്റ് സൈഡ് കോസ് സി മൈനസ് കോസ് ബി ആണ്. കോസ് ആണെങ്കിൽ ഒന്നെങ്കിൽ രണ്ടും കോസ് അല്ലെങ്കിൽ രണ്ടും സൈൻ ആയിരിക്കും. മിക്സിംഗ് ആവില്ല, അത് സൈൻ ആണ്. കോസിന് കുറക്കാണെങ്കിൽ രണ്ടും സൈൻ ആണ് വരിക. അത് -2 സ്റ്റാർട്ട് അല്ലേ. സോ -2 സൈൻ 9x അല്ലേ. 5x സി ഉണ്ട് കൂട്ടുക ബൈ 2. അപ്പോ 9x ഉം 5x ഉം കൂട്ടുക ബൈ 2 ഇൻറ്റു സൈൻ ആണ്, വീണ്ടും സൈൻ ആണ്. സൈൻ 9x ഉം 5x ഉം എന്ത് ചെയ്യണം? കുറക്കുക ബൈ 2 അല്ലേ. ബൈ ഇനി സൈൻ മൈനസ് സൈൻ ആണ്. സൈനിൽ കുറക്കുകയാണെങ്കിൽ കൂട്ടുകയാണെങ്കിൽ മിക്സിംഗ് ആണില്ല. കുറക്കുകയാണെങ്കിൽ ആദ്യം കോസ് പിന്നെ സൈൻ അല്ലേ. അപ്പൊ 2 കോസ് അല്ലേ. ആദ്യം കോസ് പിന്നെ സൈൻ. 17x ഉം 3x ഉം കൂട്ടുക ബൈ 2 ഇൻറ്റു പിന്നെ സൈൻ ആണ് 17x ഉം 3x ഉം കുറക്കുക ബൈ 2 അല്ലേ. ഇല്ലേ 2 ഉം 2 കട്ട് ചെയ്യാം. മൈനസ് ബാക്കി ഉണ്ടാവും കേട്ടോ. സൈൻ ബാക്കി എന്താ? സൈൻ ഉണ്ടാവും. 9x ഉം 5x ഉം കൂട്ടിയാൽ 14x ന്റെ പകുതി അല്ലെ ബൈ 2 അല്ലേ. അപ്പൊ എത്രയാ? 7x സൈൻ ഉണ്ട്. 9x 5x പോലെ എത്രയാ? 4x ന്റെ പകുതി എടുക്കാം. അപ്പൊ 2x. ഒരു മൈനസ് ഇവിടെ ഉണ്ട് അല്ലെ. ഒരു മൈനസ് ഇല്ലേ. ഈക്വൽ ടു ഒരു മൈനസ് ഉണ്ട്. കോസ് ചെയ്താ 17x ഉം 3x ഉം കൂട്ടിയാൽ 20x ന്റെ പകുതി 10x ഇൻറ്റു സൈൻ എഴുതാ 17x 3x പോയാൽ ബാക്കി 14x ന്റെ പകുതി എടുക്കാം. അപ്പൊ 7x. ഇത് സൈൻ 7x ആണ്. ഇവിടെ സൈൻ 7x ഉണ്ട് അല്ലെ. അപ്പൊ രണ്ടും പറ്റാം. ഇത് സൈൻ 2x ആണ്. ഇതോ കോസ് 10x ആണ്. ഒരു മൈനസ് ഉണ്ട്. അതിന് ലാസ്റ്റ് ആൻസർ മൈനസ് ഉണ്ട്. സൈൻ 2x ഉണ്ട്. താഴെ കോസ് 10x ഉണ്ട്. RHS ആയില്ലേ. ഇത്രയുള്ളൂ. Okay, next question. Prove that sin square 6x minus sin square 4x equal to sin 2x into sin 10x. ഇതാണ് പ്രൂവ് ചെയ്യണം. ഇത് നമുക്ക് ചെയ്ത് സോൾവ് ചെയ്ത് ഇങ്ങനെ പോയിരുന്ന നമുക്ക് അത് കിട്ടാം. ഓക്കെ. ഇത് സൈൻ സ്ക്വയർ ആണ്. മൈനസ് വീണ്ടും സൈൻ സ്ക്വയർ ആണ്. സ്ക്വയർ അല്ലേ. നമ്മൾ സൈൻ സ്ക്വയർ ഡി മൈനസ് സൈൻ ഡി മൈനസ് സൈൻ സി മൈനസ് സൈൻ ഡി ആണ് അല്ലേ. ഇത് സ്ക്വയർ ആണ്. ഇത് സ്ക്വയർ ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യാം? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാക്കാം അല്ലെ. അപ്പൊ സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x നമ്മൾ എന്ത് ചെയ്യാം? സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു സൈൻ 6x മൈനസ് സൈൻ 4x. പ്ലസിലും ചെയ്യാം മൈനസിലും ചെയ്യാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. എയും ബിയും കൂട്ടുക. ഈ സ്ക്വയറിലാതെ രണ്ടും കൂട്ടുക. ഇൻറ്റു സ്ക്വയറിലാതെ രണ്ടും കുറക്കുക. അപ്പൊ ഏതാ? സൈൻ 6x ഉം സൈൻ 4x ഉം ഒരു ബ്രാക്കറ്റിൽ കൂട്ടുക. അതാണ് എ പ്ലസ് ബി ഇൻറ്റു അടുത്ത ബ്രാക്കറ്റിൽ ഇതന്നെ കുറക്കുക. സൈൻ 6x ഉം സൈൻ 4x ഉം കുറക്കുക. ഈക്വൽ ടു ഇനി ഇത് മാത്രം നോക്കും. ഇത് നമ്മൾ പഠിച്ച സൈൻ സി പ്ലസ് സൈൻ ഡി മോഡലാണ് അല്ലെ. സ്ക്വയർ വന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതിനെങ്ങനെ ആക്കിയിട്ട് നമുക്ക് ഇത് സൈൻ സി പ്ലസ് സൈൻ ഡി. സൈൻ സി പ്ലസ് സൈൻ ഡി എങ്ങനെയായിരുന്നു? 2 സൈൻ ഇതിനെ കൂട്ടുക. 6x ഉം 4x ഉം കൂട്ടി എത്ര? 10x ന്റെ പകുതി
5x. മനസ്സിലാവേ? ഇനി സൈൻ വന്നാൽ പിന്നെ കോസ് ആവില്ല. rx ഉം rx ഉം കുറക്കുക, അത്ര 2x ന്റെ പകുതി കിട്ടും. അപ്പൊ 1x ഇൻഡു ഇത്രയും ഈ ബ്രാക്കറ്റ് കഴിഞ്ഞു. പിന്നെ അടുത്ത ബ്രാക്കറ്റ് സൈൻ സി മൈനസ് സൈൻ ഡി ആണ്. സൈനിൽ കുറക്കുകയാണെങ്കിൽ ആദ്യം കോസിൽ കൂട്ടില്ലേ, പിന്നെ സൈൻ അല്ലെ. അപ്പൊ 2 കോസ് ആണ് ആദ്യം വരിക. 2 കോസ്. rx ഉം rx ഉം കൂട്ടിയാൽ 10x, അതിന്റെ പകുതി തന്നെയാണ് 5x. കോസ് വന്നാൽ പിന്നെ അടുത്ത സൈൻ ആണ്. rx ഉം rx ഉം 2x ന്റെ പകുതി 1x. ഓക്കെ, ഇനി ചെയ്യാൻ പോകും. നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? സൈൻ 2x ഇൻറ്റു സൈൻ 10x എന്നാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഈ ഗ്രൂപ്പ് ഈ പേരിനെ ഇത് ശരിയാക്കും. സൈൻ 2x എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? 2 sin x ഇൻറ്റു കോസ് എക്സ് അല്ലേ. അപ്പൊ ഇവിടെ 2 sin x ഇൻറ്റു കോസ് എക്സ് നമ്മൾ ഗ്രൂപ്പ് ആക്കാം. ഈ 2 എടുക്കുക, ഈ കോസ് എക്സ് ഓഫ് ദ സൈൻ എക്സ് കൊടുക്കുക. അപ്പൊ 2 sin x ഇൻറ്റു കോസ് എക്സ്. ഇതും 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 അത്ര ബ്രാക്കറ്റ്. ഇത് നമുക്ക് അടുത്ത ബ്രാക്കറ്റിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ സൈൻ 2x എഴുതാം. ഓക്കെ, ആൻസറിനോട് അടുത്ത് വരാം. ബാക്കിയുള്ളതൊക്കെ ഒരു ബ്രാക്കറ്റിലാക്കാം. എന്താണ്? സൈൻ 5x ഉണ്ട്, ഒരു 2 ഉണ്ട്, സൈൻ 5x ഉണ്ട്, പിന്നെ കോസും 5x ഉണ്ട്. ഓക്കെ, റെഡി? നമുക്കറിയാം സൈൻ 2x ഈക്വൽ ടു 2 sin x into cos x. Trigonometric function of angle 2x in terms of x. 2x നെ x ന്റെ ടേമിലായിരിക്കണം. ഇവിടെ സൈൻ 2 സൈൻ പിന്നെ കോസ്. ഇവിടുത്തെ ആംഗിൾ 2x ആയതുകൊണ്ടാണ് ഇവിടെ അതിന്റെ പകുതി x ആയി. ഇത് എത്ര x? 1x അല്ലേ. ഇത് 2x ആയതുകൊണ്ടാണ് ഇത് 1xകളായത്. ഇത് എത്രയാണോ ഒരു xകളല്ലേ, അതിന്റെ ഇരട്ടിയാണ്. ഇത് 2xകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് 4x ആണ്. ഇവിടെ 3xകളാണ് എങ്കിൽ 2 sin 3x into cos 3x. ഇവിടെ 3xകളാണ് എങ്കിൽ അതിന്റെ ഡബിൾ ഇവിടെ ഉണ്ടാവും. ഇത് 2x അല്ലേ, അതുകൊണ്ട് അതിന്റെ പകുതികളാണ് ഇവിടെ ഉള്ളത്. ഈ xകൾ എത്രയാണോ അത്ര x ആണ്, ശരിക്കും ഒരു x ഉള്ളൂ, അതിന്റെ ഡബിൾ ഇവിടെ ഉണ്ട്. ഇത് 3x ഉം 3x ഉം ആണ് എങ്കിൽ അപ്പൊ ഇത് 6x ആണ്. ഇത് 2xകളാണെങ്കിൽ അപ്പൊ ഇത് 4x. ഇത് 7xകളാണ് എങ്കിൽ അപ്പൊ എത്ര ഉണ്ടാവും? ഇത് 14x. ഇവിടെ എത്ര x ആണ് അതിന്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ എത്ര xകളാ അതിന്റെ ഡബിൾ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ സൈൻ 2x ആയതുകൊണ്ടാണ് 2x ന്റെ പകുതി ഇവിടെ ഉണ്ടാവും. ഇവിടെ 8x ആണെങ്കിൽ സൈൻ 8x ഈക്വൽ ടു ഒരു 2 സൈനും ഉണ്ടാവും, പിന്നെ ഒരു കോസും ഉണ്ടാവും. 2x ആയപ്പോ ഇവിടെ ഒരു x അല്ലേ, അപ്പൊ 8x ഇവിടെ എത്ര ഉണ്ടാവും? 4x ഉണ്ടാവും. ഓക്കെ, തിരിച്ചു പറയാം. ഇവിടെ 2 സൈനും ഉണ്ട്, കോസും ഉണ്ട്. ഇവിടെ 9xകളാണ് കരുതിക്കോളും. 2 sin 9x into cos 9x ആണെങ്കിൽ ഇവിടെ നിന്നുണ്ടാവുന്ന സൈൻ എന്നുണ്ടാവും, അതോടൊപ്പം 9x ന്റെ ഡബിൾ ഉണ്ടാവും. എത്ര? 18x. അപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ ഇത് പിന്നെ നമുക്കറിയാം 2 sin x cos x എന്താ? sin 2x ആണ്. ഇത് 2 sin 5x cos 5x. 2 sin 9x 9x ആണെങ്കിൽ നമുക്ക് അതിന് 18x അല്ലേ സൈൻ്റെ കൂടെ. ഇത് 2 sin 5xകളാണെങ്കിലോ അപ്പോ sin 2x പറഞ്ഞ മാതിരി sin ഇതിന്റെ ഡബിൾ x 10x അല്ലേ. അപ്പൊ അതിനെ sin 10x എന്ന് എഴുതാം. അങ്ങനെയാണ് പ്രൂവ് ചെയ്തത് അല്ലെ. sin 2x into sin 10x എന്ന് തെളിയിക്കണ്ടേ. ഓക്കെ, പ്രൂവ് ദാറ്റ് sin square pi by 6 plus cos square pi by 3 minus tan square pi by 4 equal to minus 1 by 2. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. -1/2 എന്ന് പറഞ്ഞു. ഇത്രയും ഭാഗം നമ്മൾ വാല്യൂ പഠിച്ചില്ലേ, പൈ ബൈ 4 പൈ ബൈ 3 ഒക്കെ പഠിച്ചില്ലേ, പൈ ബൈ 6 ഒക്കെ വാല്യൂസ് 30 60 90 വാല്യൂസ് ഒക്കെ പഠിച്ചില്ലേ. അതിന്റെ വാല്യൂസ് വെച്ചിട്ട് ലാസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും? -1/2 എന്ന് കിട്ടും. ചെയ്ത് നോക്കാം അല്ലെ. ഈക്വൽ സൈൻ സ്ക്വയർ പൈ ബൈ 6 ആണ്. സ്ക്വയർ എടുക്കട്ടെ. സൈൻ പൈ ബൈ 6 ആണ് 30 ഡിഗ്രി. സൈൻ 30ന്റെ വില എത്ര നമ്മൾ പഠിച്ചിരിക്കണേ? സൈൻ പൈ ബൈ 6 30 1/2 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ 30 ആണത്. അപ്പൊ 1/2 സ്ക്വയർ. ഓക്കെ, പ്ലസ് കോസ് സ്ക്വയർ പൈ ബൈ 3 ആണ്. കോസ് പൈ ബൈ 3 ന്റെ വാല്യൂ എത്ര? അതിന്റെ സ്ക്വയർ. കോസ് പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ കോസ് 60 ആണ്. കോസ് 60 എന്ന് പറഞ്ഞാൽ സൈൻ 30 തന്നെയാണ്.
1/2 തന്നെയാണ് അതിന്റെ സ്ക്വയർ മൈനസ് tan pi by 4 ന്റെ വാല്യൂ അതിന്റെ സ്ക്വയർ tan pi by 4 1 ആണ് tan 45 അതിന്റെ സ്ക്വയർ അപ്പൊ 1 സ്ക്വയർ ഓക്കെ ഈക്വൽ ടു 1/2 ന്റെ സ്ക്വയർ 1 ന്റെ സ്ക്വയർ 1 2 ന്റെ സ്ക്വയർ 4 അപ്പൊ 1/4 ഇവിടെ ഈ 1/4 വരും പിന്നെ മൈനസ് 1 ന്റെ സ്ക്വയർ 1 1/4 കൂട്ടിയ 2/4 കിട്ടും പിന്നെ മൈനസ് 1 2/4 എന്ന് പറഞ്ഞാൽ 1/2 ആണ് കാലും കാലും കൂട്ടി അരല്ലേ കിട്ടുക നോ പ്രോബ്ലം ഇത് ക്ലോസ് ചെയ്ത് നോക്കാം ക്ലോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 2 മൈനസ് 4 അല്ലേ ബൈ 4 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 2 മൈനസ് 2/4 മൈനസ് രണ്ടിന്റെയും പകുതി എടുക്കുക രണ്ടും കൊണ്ട് കട്ട് ചെയ്യാം ഇതിന്റെ പകുതി 1 ഇതിന്റെ പകുതി 2 അപ്പൊ മൈനസ് 1/2 yes okay okay next question prove that 2 sin square pi by 6 plus cosec square 7 pi by 6 into cos square pi by 3 equal to 3/2 okay ഇവിടെ sin pi by 6 ന്റെ വാല്യൂ അത് കാണാൻ അതിന്റെ സ്ക്വയർ എളുപ്പമാണ് cos pi by 3 ന്റെ വാല്യൂ കാണാൻ അതിന്റെ സ്ക്വയർ എളുപ്പമാണ് പക്ഷേ cosec 7 pi by 6 cosec pi by 6 ആണെങ്കിൽ ഓക്കേ ചെയ്യാം 7 pi by 6 ആയതുകൊണ്ട് അതിന്റെ വാല്യൂ പെട്ടെന്ന് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിന്റെ വാല്യൂ കാണണം ഓക്കേ നമുക്ക് 3/2 3 ഭാഗം ചെയ്ത 3/2 ആണ് കിട്ടുന്നത് അതിന് മുമ്പ് നമുക്ക് ഇതിനെ ചെയ്യാം cosec 7 pi by 6 ന്റെ വാല്യൂ ആദ്യം കാണാം cosec 7 pi by 6 can be written as cosec pi by 6 ഉണ്ട് അതുകൊണ്ട് ഇവിടെ pi by 6 കൊടുക്കാം ഒന്നെങ്കിൽ pi മൈനസ് അല്ലെങ്കിൽ pi പ്ലസ് അല്ലെങ്കിൽ 2pi മൈനസ് അല്ലെങ്കിൽ 2pi പ്ലസ് ഏതെങ്കിലും നോക്കാം ഇങ്ങനെയാണെങ്കിൽ മൈനസ് കൊടുത്ത 6pi ഒരു pi പോയാൽ 5pi by 6 ആണ് അല്ലേ പറ്റില്ല 7 ആണ് ഇതോ 6pi പ്ലസ് 7pi by 6 കറക്റ്റ് അല്ലേ ഈക്വൽ അപ്പൊ pi പ്ലസ് pi by 6 ആണ് മനസ്സിലായി pi പ്ലസ് തീറ്റ ഏതാ കോഡുണ്ട് pi പ്ലസ് തേർഡ് ചാടി അല്ലേ തേർഡ് കോർണറിൽ കൊസീക്ക് എന്താ പ്ലസ് മൈനസ് തേർഡിൽ ടാൻ കൂട്ടാണ് പോസിറ്റീവ് അപ്പൊ കൊസീക്ക് ആയതുകൊണ്ട് നെഗറ്റീവ് പിന്നെ പൈ പ്ലസ് ആണെങ്കിലും പൈ മൈനസ് ആണെങ്കിലും 2pi പ്ലസ് ആണെങ്കിലും 2pi മൈനസ് ആണെങ്കിലും സൈൻ തന്നെയാണ് കൂട്ട് കോട്ട് തന്നെയാണ് അപ്പൊ കൊസീക്ക് തന്നെയായിരിക്കും അല്ലെ അപ്പൊ കൊസീക്ക് പിന്നെ തീറ്റ കൊടുത്താൽ മതി തീറ്റന്റെ സ്ഥാനം തരാം 5/6 ഓക്കെ ഈക്വൽ ടു മൈനസ് കൊസീക്ക് 5/6 എന്ന് പറഞ്ഞാൽ കൊസീക്ക് 30 ഡിഗ്രി ആണ് സൈൻ 30 ഡിഗ്രിയുടെ വാല്യൂ മറിച്ചിട്ടാ മതി സൈൻ 30 1/2 ആണ് അപ്പൊ കൊസീക്ക് 30 2/1 ആണ് എന്ന് പറഞ്ഞാൽ 2/1 എന്നാൽ 2 അല്ലേ ഒരു മൈനസ് ഉണ്ട് അപ്പൊ -2 ആണ് ഇതിന്റെ വാല്യൂ കിട്ടി -2 ഓക്കെ ഇനി നമുക്ക് 3 ഭാഗം ചെയ്യാം ഈക്വൽ ടു അതുപോലെ ഇടാം സൈൻ 5/6 സൈൻ 30 ആണ് 5/6 ആണ് 30ന്റെ വില സൈൻ 30 ന്റെ 1/2 ആണ് ഇതിന്റെ സ്ക്വയർ അപ്പൊ 1/2 ന്റെ സ്ക്വയർ വരും ഈ പ്ലസ് അല്ലേ പ്ലസ് ഇതിന്റെ വാല്യൂ കണ്ടു അത്ര കൊസീക്ക് 7/6 -1 പക്ഷെ ഇത് സ്ക്വയർ അല്ലേ നമ്മൾ സ്ക്വയർ ഇല്ലാതെ വാല്യൂ ഉണ്ട് അപ്പൊ 3 ഭാഗം കാണാൻ അത്ര വാല്യൂ അതിന്റെ സ്ക്വയർ -2 ആണ് അതിന്റെ സ്ക്വയർ ഇൻറ്റു ആണ് പിന്നെ കോസ് π/3 എന്ന് പറഞ്ഞാൽ കോസ് 60 ഡിഗ്രി കോസ് 60 ന്റെ വാല്യൂ അറിയുന്ന വിഷയമല്ല കോസ് 60 പറഞ്ഞാൽ സൈൻ 30 തന്നെയാണ് 1/2 ഓക്കെ അപ്പൊ അത് 1/2 ന്റെ സ്ക്വയർ ഈക്വൽ ടു ഇത് 2 ഇൻറ്റു 1/2 ന്റെ സ്ക്വയർ ആണ് 1 ന്റെ സ്ക്വയർ 1 2 ന്റെ 4 1/4 2 ഇൻറ്റു 1/4 പ്ലസ് -2 ന്റെ സ്ക്വയർ എന്താ 4 തന്നെയാണ് അല്ലേ ഇത് 1/2 ന്റെ സ്ക്വയറോ 1/4 ഈ 4 4 കട്ട് ചെയ്യാം അപ്പൊ പിന്നെ ഇവിടെ പ്ലസ് 1 കിട്ടും ഇത് രണ്ടും കട്ട് ചെയ്താൽ ഇവിടെ 2 വരും അപ്പൊ സ്റ്റെപ്പ് ഇത് പോയി കഴിഞ്ഞാൽ ഇവിടെ 1/2 ഉണ്ടാവും പ്ലസ് ഇത് പോയ പിന്നെ പ്ലസ് 1 1/2 പ്ലസ് 1 ക്രോസ് ചെയ്ത് നോക്കാം 1 പ്ലസ് 2/2 എന്ന് പറഞ്ഞാൽ 3/2 ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് tan π/4 plus x by tan π/4 minus x is equal to 1 plus tan x by 1 minus tan x the whole square. ചെയ്യാം നമുക്ക് അല്ലെ ഓക്കെ ഈ ന്യൂമറേറ്റർ നോക്കാം tan π/4 plus x tan x plus y നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ
tan x plus tan y by 1 minus tan x tan y അല്ലേ? ഓക്കെ, അതുപോലെ ഇതിനെ മാത്രം പറ. ഇതിൽ ചെയ്ത തന്നെ ഒരു ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉണ്ട്, tan x plus tan y എന്ന് അല്ലേ? അപ്പൊ tan pi by 4 plus അടുത്ത tan x by ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ 1 മൈനസ് അല്ലേ? 1 മൈനസ് tan pi by 4 into tan x. ഇത് അതേമാതിരി തന്നെ പഠി. tan x minus tan y എന്ന് പറയും. tan pi by 4 minus tan x അല്ലേ? tan pi by 4 minus tan x by 1 മൈനസ് ആണെങ്കിൽ ഇവിടെ 1 പ്ലസ് പിന്നെ തമ്മിൽ ഗുണിക്കാം. tan pi by 4 into tan x അല്ലേ? ഈക്വൽ tan pi by 4 എന്ന് പറഞ്ഞാൽ tan 45 1 ആണ്. അപ്പൊ ഇത് 1 പ്ലസ് tan x ആണ് നേരെ വരും. 1 പ്ലസ് tan x by ഇത് 1 മൈനസ് ഇത് 1 into tan x ആണ്. 1 മൈനസ് ഉണ്ട് പിന്നെ 1 into tan x. ഇത് 1 മൈനസ് tan x അല്ലേ? 1 മൈനസ് tan x by 1 plus 1 into tan x. 1 plus 1 into tan x equal മുകളിൽ 1 plus tan x. ഇത് 1 minus 1 0 അങ്ങനെയല്ല കേട്ടോ. ഈ 1 മൈനസ് ഇത് ഗുണിച്ചാൽ tan x അല്ലേ? 1 into tan x ആണ് tan x. അപ്പോ tan x by ഇത് 1 minus tan x ഇത് 1 plus tan x. 1 minus tan x by 1 plus tan x equal ഇത് 1 plus tan x by 1 minus tan x. പിന്നെ താഴെ 1 minus tan x by 1 plus tan x. അപ്പോ this one by this one number ഈ താഴെയുള്ളത് ഇതിന്റെ റെസിപ്രോക്കലായിട്ട് ഗുണിച്ചാൽ മതി. ഇത് രണ്ടും അതുപോലെ ഇല്ല. 1 plus tan x by 1 minus tan x. ഇനി by താഴെ വരുന്നത് മറിച്ചിട്ട് ഗുണിക്കല്ലേ? ഇതേ by ഇതല്ലേ? മറിച്ചിടുമ്പോ ഇത് ഏറ്റവും മുകളിൽ ഇത് താഴെ വരും. 1 plus tan x മേലെ 1 minus tan x താഴെ. ഇവിടെ മറിച്ചിട്ട് വരുമ്പോ 1 plus tan x ഏറ്റവും താഴെ മുകളിലേക്ക് വരും. by 1 minus tan x. 1 plus tan x by 1 minus tan x. ഇവിടെയും 1 plus tan x by 1 minus tan x. ഇതേ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇത് രണ്ടും ഒരേ നമ്പറാണ്. 3 into 3 എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ന്റെ സ്ക്വയർ എഴുതാം. 7 into 7 7 സ്ക്വയർ. x into x x സ്ക്വയർ. this one into this one ആണ് അതിന്റെ സ്ക്വയർ അല്ലേ? അപ്പോ 1 plus tan x ആണ് by 1 minus tan x ആണ്. രണ്ടും ഒരേ നമ്പർ ആയതുകൊണ്ട് എന്ത് ചെയ്യാം? അതിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ എഴുതാം. ഇത് തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് cos pi by 4 minus x into cos pi by 4 minus 5 minus sin pi by 4 minus x into sin pi by 4 minus 5 equal to sin x plus y. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? sin x plus y എന്ന് കിട്ടും. pi by 4 minus x പിന്നെ pi by 4 minus 5 വീണ്ടും അതിനെ നോക്കാം. 4 minus x ഇല്ലേ? ഇത് pi by 4 minus 5 വീണ്ടും pi by 4 minus x pi by 4 minus 5. ഇതൊരു x ആണ് കരുതുക, ഇതൊരു y ആണ് കരുതുക. അപ്പൊ ഇതേ x ഇവിടെ ഉണ്ടാവും, ഇതേ y ഇവിടെ ഉണ്ടാവും. ഈ ബ്രാക്കറ്റ് x pi by 4 minus x ഇവിടെ x ആണ് കരുതിയാൽ മതി. ഇത് രണ്ടും ഒന്നെന്നല്ലേ? അത് y എന്ന് കരുതിയാൽ എന്താവും? cos x cos y minus sin x sin y മോളല്ലേ? cos x cos y minus sin x sin y. അതെവിടെ പഠിച്ചിരുന്നില്ല? cos x cos y minus sin x sin y. cos പിന്നെ sin മൈനസ് ആണെങ്കിൽ അവിടെ പ്ലസ്. cos x plus y നമ്മൾ പഠിച്ചില്ലേ? cos x plus y എന്താ? cos x cos y minus sin x sin y അല്ലേ? അപ്പൊ ഇത് cos x cos y minus sin x sin y ആണെങ്കിൽ നമുക്ക് cos x plus y എന്ന് എഴുതാം അല്ലേ? അപ്പൊ ഇതിനെ cos എന്ന് എഴുതാം. x plus y ആ മോളല്ല, ഇതാണ് x plus ഇതാണ് y. അപ്പൊ this one plus that കേട്ടോ.
π/4 മൈനസ് ഇതാണ് എക്സ് പ്ലസ് ഇതാണ് y എക്സ് പ്ലസ് വൈ. ഇത്രയും ഉള്ളതിന് നമുക്ക് ഇത് എക്സ് ഇത് y എന്ന് കരുതിയാൽ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആണെങ്കിൽ അതിനെ കോസ് ഓഫ് എക്സ് പ്ലസ് വൈ എഴുതാം. ഇതാണ് എക്സിന്റെ സ്ഥലത്ത്, ഇതാണ് വൈന്റെ സ്ഥലത്ത്. ഓക്കെ, ഈക്വൽ ടു കോസ് അതുപോലെ എഴുതാം. π/4 π/4 കൂട്ടിയാൽ π/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. 45 45 90 π/4 π/4 കൂട്ടാനാൽ അത് π/2 ആണ്. 2 π/4 അല്ലേ, π/4 π/4 കൂട്ടാൻ തരാം 2 π/4. ഈ 2 π/4 എന്താ 2 4 കട്ട് ചെയ്താ താഴെ 2 π/2 എടുക്കാം. അപ്പൊ ഈ π/4 π/4 π/2 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ഉള്ളത് മൈനസ് എക്സ് ഉണ്ട്, പിന്നെ ഒരു മൈനസ് വൈ ഉണ്ട്. ഓക്കെ, ഈക്വൽ കോസ് അതുപോലെ എഴുതാം. പിന്നെ π/2 എഴുതാം. മൈനസ് എക്സ് മൈനസ് വൈ എങ്ങനെയാണ് മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. കോസ് എഴുതാം, π/2 എഴുതാം, മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. ഈക്വൽ ടു ഇത് കോസ് ആണ്, ഇത് 90 ആണ് അല്ലെങ്കിൽ π/2 മുകളിലാണ്. കോസ് 90 മൈനസ് തീറ്റ, ഇത് തീറ്റ എഴുതിക്കോ. 90 മൈനസ് തീറ്റ π/2 മൈനസ് തീറ്റ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് അല്ലേ? അപ്പൊ എല്ലാം പോസിറ്റീവ് ആണ്. പഠിച്ചില്ലേ? π/2 മൈനസ് എന്ന ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാം പോസിറ്റീവ് ആണ്. അപ്പൊ എന്താവും π/2 മൈനസ് തീറ്റ എന്താ? കോസ് കോസ് അല്ല, കോസ് സൈൻ ആവും, സൈന് കോസ് ആവും, ടാന് കോട്ടാവും, കൂട്ട് ടാൻ, കൊസീക്ക് സീക്കാവും, സീക്ക് കൊസീക്കാവും. അപ്പൊ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് മനസ്സിലാക്കാം. π/2 മൈനസ് സംതിങ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാം പോസിറ്റീവ് ആണ്. കോസ് കോസ് അല്ല, കോസ് എന്താവും സൈൻ ആവും. കോസ് തീറ്റ കോസ് π/2 മൈനസ് തീറ്റ എന്നുള്ളത് സൈൻ തീറ്റ. അപ്പൊ സൈൻ ഇതാണ് തീറ്റ. സൈൻ ഏതാ തീറ്റ? ആ തീറ്റന്റെ സ്ഥാനത്ത് തന്നെ എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ഇതോടുകൂടി നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ കൺസെപ്റ്റുമായി തിരിച്ചു. ഓക്കെ.